ഹലോ, ഇന്ന് നമുക്ക് പൈനാപ്പിൾ പുഡിങ് അല്പം ഡിഫറെൻ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടത് 1 കപ്പ് പൈനാപ്പിൾ, അത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിന് ഒരു 2 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഒരല്പം പഞ്ചസാര മധുരത്തിനല്ല ചേർക്കുന്നത് ഇവിടെ, ജസ്റ്റ് ഗ്ലേസിങ്ങിനാണ്. പിന്നെ വേണ്ടത് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ, അത് വഴറ്റാൻ ഒരല്പം നെയ്യ്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. 200 ml ഹോൾ മിൽക്ക്, 100 ml കണ്ടൻസ് മിൽക്ക്, അല്പം ഏലയ്ക്ക, സെറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ജലാറ്റിൻ. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി അല്പം നെയ്യ് ഒഴിച്ച് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് പൈനാപ്പിൾ നല്ല ചെറുതായി അരിഞ്ഞെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പൈനാപ്പിളിന് നല്ല ചെറിയൊരു പുളിയും മധുരമുണ്ട്, അതുകൊണ്ട് അഡീഷണൽ ഷുഗർ ആഡ് ചെയ്യരുത്. ഈ പറഞ്ഞല്ലോ, പഞ്ചസാര നമ്മൾ ഗ്ലേസിങ്ങിനാണ് ചേർക്കുന്നത്. അത് വേവുന്ന സെയിം ടൈമിൽ നമുക്ക് പാൽ റെഡിയാക്കി എടുക്കാം. ഈ പാലിലേക്ക് അളന്ന് വെച്ച കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഏലക്ക പൊടിച്ചെടുത്തിട്ട് ഒരല്പം നൈസായിട്ടുള്ള പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജലാറ്റിൻ നോക്കാം. ജലാറ്റിൻ തണുത്ത വെള്ളത്തിലേക്ക് വേണം, ഒന്ന് സോക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ ജലാറ്റിൻ 3 കപ്പിനാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടതെങ്കിൽ 1 ടീസ്പൂൺ 2 കപ്പിന് എടുക്കുക. നമ്മുടെ ഇപ്പോഴത്തെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 300 ml ആണ്. അപ്പോൾ 1 ടീസ്പൂൺ 300 ml ലിക്വിഡിന് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി എടുക്കരുത്, ജസ്റ്റ് ലെവലായിട്ടുള്ള ഇതാണ്, മെഷർമെൻറ്റാണ് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പാലൊരിക്കലും തിളപ്പിക്കരുത്, നന്നായിട്ട് ചൂടായാൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തു റെഡി ആയിട്ടുണ്ട്, നല്ല ഗ്ലേസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ബട്ടർ തേച്ചിട്ടുണ്ട് ഈ ഡിഷിൽ, കാരണം ഇത് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും സെറ്റായി കഴിയുമ്പം. ഇതുണ്ടോ, വലുതോ ചെറിയോ ഡിഷ് എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ വഴറ്റിയെടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആയി കിട്ടിയാൽ മതി. ഇതുണ്ട്, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടുത്ത ലെയറായിട്ട് ആ പൈനാപ്പിളിൻ്റെ മീതെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പാലൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കുന്നത്. പാൽ അരിച്ചെടുക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ജലാറ്റിൻ്റെയോ എന്തെങ്കിലും അലുക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2-3 പേർക്കുള്ള ഒരു എമൗണ്ടാണ്. ഇപ്പോൾ 2 ഡിഷിലാക്കി, സർവിങ് ഡിഷിലാക്കി ഞാനിപ്പോൾ ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇതുണ്ട്, ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ആ പൈനാപ്പിളിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാൽ ഇതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതുണ്ട്, ഒരെണ്ണം ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം ട്രാൻസ്ഫർ ചെയ്യാതെ ഡിഷിൽ തന്നെയാണ്. ഇത് ചെറിയ സർവിങ് ഡിഷായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡിഷിൽ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്യാം. ഇന്നത്തെ ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ബട്ടർ തേക്കുന്ന കാര്യം, അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചെറു ചൂടുവെള്ളം എടുത്തിട്ട് ഈ സെറ്റായ സർവിങ് ഡിഷ് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, കാരണം ബട്ടർ മെൽറ്റാവും, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതുണ്ട്, നല്ല സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള പുഡിങ്ങാണ്. ഒത്തിരി ഷുഗറൊന്നുമില്ല, കാരണം നമ്മൾ പഞ്ചസാര അഡീഷണൽ ചേർത്തിട്ടില്ല, കണ്ടൻസ് മിൽക്ക് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി പുഡിങ്ങാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്.